ഹലോ ഗൈസ്, ഒരു വലിയ സദസ്സിൽ ഗുരു ഓഡിയൻസിനോട് ചോദിച്ചു, ലവിന്റെ സ്പെല്ലിംഗ് പറയാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും LOVE പറയാൻ തുടങ്ങി. അപ്പൊ ഗുരു പറഞ്ഞു, അതല്ല, ലവിന്റെ യഥാർത്ഥ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞാൽ TIME ആ. കാരണം നിങ്ങൾ ക്വാളിറ്റി ടൈം ആരോടൊപ്പം കൊടുക്കുന്നു, ആർക്ക് കൊടുക്കുന്നു, അവിടെയാണ് സ്നേഹം, യഥാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞു. അപ്പം ഒരു വലിയ ബേജാറ് പബ്ലിക്കിന്. കാരണം ഒരുപാട് കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ അവർക്കൊരു ക്വാളിറ്റി ടൈം 9 to 5 ജോബ് അല്ലായിരിക്കും. 24/7 നടക്കുന്ന ആൾക്കാർക്ക് എവിടെയാണ് ഈ ക്വാളിറ്റി ടൈം എന്നെല്ലാം ഉദ്ദേശിക്കുന്നുണ്ടാവും. പക്ഷെ അതിന് അങ്ങനെ ഒരു ഫിക്സേഷൻ ടൈമൊന്നുമില്ല. നിങ്ങൾ ഫ്രീ ആയിട്ട് ഉണ്ടാവുന്ന ഒരു സമയം, ഒരു ദിവസം, ഏതെങ്കിലും ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് അത് നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് ഇടപഴകുക, അവരുടെ കാര്യങ്ങൾ കുശലാന്വേഷണം നടത്തുക. വേറൊന്നും വേണ്ട, അവരോട് കാര്യങ്ങൾ ചോദിക്കാൻ ഒരു സമയം നിങ്ങൾ കണ്ടെത്തണം. പൊതുവെ കച്ചവടക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ചെറിയൊരു സമയം ഇതിനു വേണ്ടി കണ്ടെത്തണം എവ്രി ഡേ. ഓക്കെ. ഇലോൺ മാസ്കിനോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചു, നിങ്ങൾ എത്ര മണിക്കൂർ ഉറങ്ങാറുണ്ടെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ 6 മണിക്കൂർ ഉറങ്ങാറുണ്ട്. കൃത്യമായിട്ട് 6 മണിക്കൂർ ഞാൻ ഉറങ്ങാറുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാല്, നിങ്ങൾ എത്ര നിങ്ങൾ എത്ര സമയം ബിസിനസ്സിന് വേണ്ടി ചെലവഴിക്കാറുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ ഈ ഉറങ്ങുന്നത് 6 മണിക്കൂർ ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ സമയവും ഞാൻ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാൻ ബിസിനസ്സിലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഭക്ഷണം കഴിക്കുമ്പോഴും അദ്ദേഹം ക്വാളിറ്റി ടൈം വിത്ത് അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരോട് മിങ്കിൾ ചെയ്യുന്ന ഒരു സമയത്തും അദ്ദേഹം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു വരുന്ന ഉദാഹരണം. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഉറങ്ങുന്നത് ഒഴിച്ച് ബാക്കി എല്ലാ സമയവും ഈ ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നെന്ന് പറഞ്ഞ വ്യക്തി പോലും അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ടൈം വിത്ത് പ്രൈം, അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആൾക്കാരോടുള്ള ടൈം ബിസിനസ് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് വലിയൊരു പാടാണ്. ഓക്കെ. അപ്പോൾ സ്പെയർ സം ടൈം വിത്ത് യുവർ ബെസ്റ്റ് വൺ. ഓക്കെ, താങ്ക് യു.